Hi, good afternoon, everyone. Am I audible? Good afternoon, sir. Okay, okay, fine. So, ഇന്ന് നമ്മളുടെ സെഷൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ്സിനെ പറ്റിയാണ്. ബേസിക്കലി കൊമേഴ്സ് പേപ്പറിലും അതേപോലെ തന്നെ മാനേജ്മെന്റ് പേപ്പറിലും ഒരേ രീതിയിൽ വരുന്ന ടോപ്പിക്കാണ്. സോ കൊമേഴ്സ് ആസ്പിരൻസിനും മാനേജ്മെന്റ് ആസ്പിരൻസിനും മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിരിക്കേണ്ട ഒരു ടോപ്പിക് തന്നെയാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്. ഇതിൽ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ കൊമേഴ്സ് എടുക്കുകയാണെങ്കിൽ കൊമേഴ്സിൽ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ യു ക്യാൻ സി അതിന്റെ സിലബസ് ആണ് ഞാൻ ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത്. ഈ സിലബസിൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്, മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദെൻ മ്യൂച്വൽ ഫണ്ട്സ്, പെൻഷൻ ഫണ്ട്സ്, ഫിനാൻഷ്യൽ റെഗുലേറ്റേഴ്സ് ഇൻ ഇന്ത്യ, ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ് ഇൻക്ലൂഡിംഗ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, ഇത്രയും ടോപ്പിക്സ്. ഓക്കെ, അതായത് ആ ഒരു സിലബസിൽ ആ ഒരു യൂണിറ്റിൽ 1, 2, 3, 4 നാല് മെയിൻ പോർഷൻസ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സോ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആണ്. വിതൗട്ട് മേക്കിംഗ് ഫർദർ ഡിലേ, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ഡിസ്കഷൻ. ഓക്കെ, ലെറ്റ്സ് സീ ഫിനാൻഷ്യൽ സിസ്റ്റം. ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്ന കൺസെപ്റ്റിൽ ഇവിടെ ആലോചിക്കേണ്ടത് 4 ബേസിക് ഇൻഗ്രീഡിയൻസ് ആണ്, 4 ബേസിക് കോമ്പോണൻസ് എന്ന് പറയാം. ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 4 ബേസിക് കോമ്പോണൻസ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് കോമ്പോണന്റ് ആണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സെക്കൻഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്, തേർഡ് ഫിനാൻഷ്യൽ അസറ്റ്സ് ഓർ യു ക്യാൻ സേ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്, ആൻഡ് ഫൈനലി ഫിനാൻഷ്യൽ സർവീസസ്. ഇത് 4ഉം ചേർന്നതാണ് ഏതൊരു ഫിനാൻഷ്യൽ സിസ്റ്റവും. ഇപ്പോൾ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എടുക്കുകയാണെങ്കിലും ഈ 4 കോമ്പോണൻസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. സോ എന്താണ് ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്? മീൻസ് സർവീസസ് റെൻഡർ ചെയ്യുന്ന തരത്തിലുള്ള, ഫിനാൻഷ്യൽ ബേസ് ചെയ്ത് സർവീസസ് റെൻഡർ ചെയ്യുന്ന തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ദാറ്റ് ഇൻക്ലൂഡ്സ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ബാങ്ക്സ് എന്ന് പറയുമ്പോൾ അറിയാം, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് വരുന്നുണ്ട്, കോപ്പറേറ്റീവ് ബാങ്ക്സ് വരുന്നുണ്ട്, റീജിയണൽ റൂറൽ ബാങ്ക്സ്, ദെൻ ഫോറിൻ ബാങ്ക്സ്. അതേപോലെ തന്നെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇതിന്റെ പാർട്ടായിട്ട് വരും. ദെൻ രണ്ടാമത്തെ ഏരിയ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആണ്. ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എന്ന് പറയുമ്പോൾ 2 തരത്തിലുള്ള ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും, ഓർഗനൈസ്ഡ് സെക്ടറിലും അൺഓർഗനൈസ്ഡ് സെക്ടറിലും. ഓർഗനൈസ്ഡ് സെക്ടർ ആണെങ്കിൽ യു ക്യാൻ സി ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് മണി മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ് തന്നെ പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും ഉണ്ട്. ദെൻ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്, ബേസിക് ലെവലിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണെന്ന് ഒരു അവയർനെസ് നമുക്ക് ഉണ്ടായിരിക്കണം. അതുകൂടാതെ ഫൈനലി ഫിനാൻഷ്യൽ സർവീസസ്. സർവീസസ് മേ ബി ഫണ്ട് ബേസ്ഡ് സർവീസസ് ആൻഡ് ഫീ ബേസ്ഡ് സർവീസസ്. അതിനെ പറ്റിയും, അതായത് ലീസിംഗ്, ഹയർ പർച്ചേസ്, കൺസ്യൂമർ ക്രെഡിറ്റ്, ബിൽ ഡിസ്കൗണ്ടിങ്, ഫാക്ടറിങ്, ഇൻഷുറൻസ്, ഇതെല്ലാം പല സബ്ജക്റ്റുകളിലായിട്ട് നമുക്ക് കവർ ചെയ്യാനുണ്ട്. ഈവൻ അക്കൗണ്ടൻസിയിൽ വരെ കയറി വരുന്ന ഏരിയാസ് ആണ് ഇതെല്ലാം. സോ കണക്റ്റഡ് ആണ്. സോ ദി ബേസിക് ഐഡിയ നീഡ് ടു ബി നോൺ. അതിനുവേണ്ടിയാണ് ഈ ഒരു പോർഷനിൽ തന്നെ നമ്മൾ ഇതെല്ലാം ഡിസ്കസ് ചെയ്ത് തീർക്കുന്നത്. ദെൻ ഫീ ബേസ്ഡ് സർവീസസ് ആണെങ്കിൽ ഇഷ്യൂ മാനേജ്മെന്റ് ഇസ് ദെയർ, മെർച്ചന്റ് ബാങ്കിങ്, ക്രെഡിറ്റ് റേറ്റിംഗ്, ഡെറ്റ് റീസ്ട്രക്ചറിങ്, സ്റ്റോക്ക് ബ്രോക്കിംഗ് എക്സെട്ര. സോ ഇത്രയും ഏരിയാസ് ആണ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. ബിഫോർ ദാറ്റ് നമ്മളുടെ ഡിസ്കഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു വേ ആണ് ഇവിടെ പറയുന്നത്. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം മൊത്തമായിട്ട് എടുക്കുമ്പോൾ നമ്മൾ അതിനകത്ത് മണി മാർക്കറ്റിനെ പറ്റി ആദ്യം ഡിസ്കസ് ചെയ്യുന്നു, അതിനുശേഷം ക്യാപിറ്റൽ മാർക്കറ്റ്, ദെൻ മണി സപ്ലൈ കൺസെപ്റ്റ്, ഇൻഫ്ലേഷനെ പറ്റി, ബിക്കോസ് ഇക്കണോമിക്സിലേക്ക് വരുമ്പോൾ നമ്മൾ ഇൻഫ്ലേഷനെ പറ്റി വീണ്ടും ഡിസ്കസ് ചെയ്യും. അപ്പോൾ കുറച്ചൊരു ബെറ്റർ ഐഡിയ കിട്ടാൻ വേണ്ടി നമ്മൾ ഇവിടെ തന്നെ ഇൻഫ്ലേഷനെ പറ്റി ഡിസ്കസ് ചെയ്യും. അതുപോലെ ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തെ പറ്റി ഒരു ബ്രീഫിംഗ്, ആൻഡ് ദെൻ ഇൻഷുറൻസ് സെക്ടർ ആൻഡ് NBFIs, മാക്രോ ഫിനാൻസ്. ഇതിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളുടെ സിലബസ് പ്രകാരമുള്ള ടോപ്പിക്സ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇൻ ബിറ്റ്വീൻ ഇഫ് യു ഫൈൻഡ്സ് എനി ഡിഫിക്കൽറ്റി, ഏതെങ്കിലും ഏരിയയിൽ ഡൗട്ട്സ് വരുവാണ്, ഏതെങ്കിലും ഏരിയയിൽ ഫർദർ ക്ലാരിഫിക്കേഷൻസ് വേണമെങ്കിൽ പറയണം, നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം ദി ബേസിക്സ്. ഏറ്റവും ബേസിക് തിങ്, ഇവിടെ ഇപ്പോൾ അറ്റൻഡ് ചെയ്യുന്ന പല ആൾക്കാരും ഫാക്കൽറ്റീസ് ആണ്. ഇവിടെ ഇരിക്കുന്നതിൽ പല ആൾക്കാരും PG കഴിഞ്ഞ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും.
അതൊന്നും നോക്കാതെ ഒരു ഇനീഷ്യൽ ലെവലിലുള്ള ഒരു സ്റ്റുഡൻറ്റിനോട് സംസാരിക്കുന്ന പോലെ ആയിരിക്കും ഞാൻ സംസാരിക്കുന്നത്. ബിക്കോസ് നമ്മളുടെ നോളജ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും 0 ലെവലിൽ നിന്നാണ്. സോ ആ ഒരു അപ്രോച്ചോട് കൂടി തന്നെ നമുക്ക് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഫിനാൻഷ്യൽ സിസ്റ്റം എന്താണ്? ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതായത് എനി സർവീസസ് that are provided to a person by various financial institutions like bank, insurance companies, pension funds, etc. അതായത് നമ്മളുടെ ഒരു ഇക്കോണമിയിലേക്ക് വരുമ്പോൾ വേരിയസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അത് മേ ബി ഒരു ബാങ്ക് ആകാം, അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് കമ്പനി ആകാം, പെൻഷൻ ഫണ്ട്സ് ആകാം, അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ആർ there. So there are so many kinds of funds as well. ഇവയെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വലിന് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സർവീസസ് പ്ലേ ചെയ്യുന്ന റോൾ എന്താണ്? സോ ഇറ്റ് പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ ഇക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിന്റെ ഇക്കണോമിക് ഡെവലപ്മെന്റിൽ ഒരു മേജർ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? സേവിങ്സിനെ ഇൻവെസ്റ്റ്മെന്റ് ആയി കൺവേർട്ട് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ സിസ്റ്റം ഉള്ളതുകൊണ്ടാണ്. ബിക്കോസ് നമുക്ക് പലതരത്തിലുള്ള ഓഫറിംഗ് തരുന്നു, ഇത്ര തരത്തിലുള്ള ഇൻട്രസ്റ്റ് തരാൻ തയ്യാറാകുന്നു. ഇതൊക്കെ വഴി നമ്മളുടെ കയ്യിലുള്ള സേവിങ്സിനെ ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റാൻ ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയുള്ള ഫിനാൻഷ്യൽ സിസ്റ്റം ഉണ്ടായാൽ മാത്രമേ സാധിക്കൂ. അതുപോലെ ഇറ്റ് എൻകറേജസ് മൊബിലൈസിംഗ് ആൻഡ് അലോക്കേറ്റിംഗ് വൺ സേവിങ്സ് മൊബിലൈസേഷൻ. ദെൻ ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദി എക്സ്പാൻഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് മാർക്കറ്റ്സ്. സോ ഇതൊക്കെ വഴി നമ്മളുടെ കൺട്രിയിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും ഫിനാൻഷ്യൽ മാർക്കറ്റ്സിന്റെയും ഒക്കെ എക്സ്പാൻഷനും ഗ്രോത്തും ഒക്കെ കാരണമാകുന്ന ഒരു പ്രോപ്പർ ഫിനാൻഷ്യൽ സിസ്റ്റമാണ്. ദെൻ അതുപോലെ യു ക്യാൻ സേ ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് എക്സ്പാൻഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ദെൻ ഇറ്റ് പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ ക്യാപിറ്റൽ ഫോർമേഷൻ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്യാപിറ്റൽ കണ്ടെത്താൻ, പുതിയൊരു ബിസിനസ് സ്ഥാപനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പോലും ക്യാപിറ്റൽ വിൽ ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ക്യാപിറ്റൽ മൊബിലൈസ് ചെയ്യാനുള്ള ഒരു സോഴ്സ് ആയിട്ട് ഈ ഫിനാൻഷ്യൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നു. സോ ഇതെല്ലാം എന്തൊക്കെ റോളാണ്, എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ കാണാവുന്നതെന്നാണ്. പക്ഷേ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എപ്പോഴും MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് കൂടുതൽ റെലവൻസ് ഏരിയയ്ക്ക് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ അടുത്ത ഏരിയയിലേക്ക് പോകുന്നു. ബേസിക് കോമ്പോണൻസ്. ആസ് ഐ സെഡ്, there are 4 ബേസിക് കോമ്പോണൻസ്. ഫസ്റ്റ് വൺ ഇസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സെക്കൻഡ് ഫിനാൻഷ്യൽ അസറ്റ്, തേർഡ് ഫിനാൻഷ്യൽ സർവീസസ് ആൻഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. സോ ആ ഒരു ഐഡിയ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മണി മാർക്കറ്റിനെ പറ്റിയാണ്. ബിക്കോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് 2 തരത്തിൽ നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാം: ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ. ഓർഗനൈസ്ഡ് സെക്ടറിൽ യു ക്യാൻ സി ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് മണി മാർക്കറ്റ്. ഈ ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് മണി മാർക്കറ്റ് എന്നുള്ള കൺസെപ്റ്റിൽ നിന്നും ബാക്കിയുള്ളതിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. സോ വാട്ട് യു മീൻ ബൈ മണി മാർക്കറ്റ്? അതാണ് നമ്മുടെ ആദ്യത്തെ ടോപ്പിക്. Money markets are those markets where borrowing and lending of short-term funds take place. നോർമൽ സിറ്റുവേഷനിൽ ഒരു വർഷത്തിൽ താഴെയുള്ള ബോറോയിങ്ങും ലെൻഡിങ്ങും നടക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള മാർക്കറ്റ്സിനെയാണ് നമ്മൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ ഒരു ദിവസത്തേക്കുള്ള ലോൺ തൊട്ട് ഒരു വർഷം വരെയുള്ള ലോൺ, ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ മണി മാർക്കറ്റ് എന്നുള്ള ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. Due to short maturity, the instrument of money market are more liquid compared to other types of market. Capital market ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് കൂടുതൽ ലിക്വിഡ് ആണ്. വാട്ട് ഈസ് ദിസ് ലിക്വിഡിറ്റി മീൻസ്? ലിക്വിഡിറ്റി മീൻസ് കൺവെർട്ടബിലിറ്റി ഇൻ ടു ക്യാഷ്. നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. സോ മറ്റുള്ള ഇൻസ്ട്രുമെന്റ്സ്, മറ്റുള്ള ലോങ് ടേം ഇൻസ്ട്രുമെന്റ്സ് എന്നൊക്കെ പറയുമ്പോൾ അത് കൺവേർട്ട് ചെയ്യാൻ ആ ഒരു ടൈം ഗ്യാപ്പ് ഉണ്ട്. മെച്യൂരിറ്റി ടൈം ഒരു വർഷത്തിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കൺവേർട്ട് ചെയ്യുക അത്ര ഈസി അല്ല. വേറെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിന് ഷോർട്ട് ഡ്യൂറേഷൻ ആണ് ടൈം പീരീഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫണ്ട്സ് കൺവേർട്ട് ചെയ്യാൻ ഈസിയാണ്. ദാറ്റ് മീൻസ് ലിക്വിഡ് ആണ്. ലിക്വിഡിറ്റി ഇംപ്രൂവ് ചെയ്യാൻ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ thus the money markets are able to address the needs of short-term surplus of funds of the lenders and short-term borrowing requirements of the borrowers. So ഈ സിറ്റുവേഷൻ ഒന്ന് ജസ്റ്റ് മണി മാർക്കറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും മാത്രം ഓർത്താൽ മതി. ഷോർട്ട് ടൈം മാർക്കറ്റ്, ഒരു വർഷത്തിനുള്ളിലുള്ള ലോണും അതേപോലെ ബോറോയിങ്ങും, ലെൻഡിങ്ങും ബോറോയിങ്ങും ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള മാർക്കറ്റാണ് മണി മാർക്കറ്റ്. സോ ലിക്വിഡ് ആയിരിക്കും. എക്സസ് ഫണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ലെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി
എക്സസ് ഫണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ലെൻഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. അതേപോലെ തന്നെ ഷോർട്ടേജ് ഓഫ് ഫണ്ട് ഉണ്ടെങ്കിൽ അത് ബോറോ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുന്നു. ഇത് രണ്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ടെമ്പററി 1 year വരെയുള്ള മാർക്കറ്റ് സിറ്റുവേഷനെയാണ് നമ്മൾ മണി മാർക്കറ്റ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അണ്ടർ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് എല്ലാം കറൻസി ആയിട്ട് ഡീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇറ്റ് ഇസ് അണ്ടർ ദി കൺട്രോൾ ഓഫ് RBI. റിസർവ് ബാങ്ക് ആണ് അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ മണി മാർക്കറ്റിന്റെ ഫംഗ്ഷൻ ഈ മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. ദെൻ ഇൻ അഡീഷൻ ടു ദാറ്റ്, ഇന്ത്യയിലെ മണി മാർക്കറ്റ് എടുക്കുകയാണെങ്കിൽ യു ക്യാൻ സി ഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് ആൻഡ് അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ്, ഓർ വി ക്യാൻ സേ ഓർഗനൈസ്ഡ് സെക്ടറിലും മണി മാർക്കറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അൺഓർഗനൈസ്ഡ് സെക്ടറിലും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെയുള്ള ഏറ്റവും വലിയ ഡിഫിക്കൽറ്റി അൺഓർഗനൈസ്ഡ് സെക്ടറിലുള്ള മണി മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ബിക്കോസ് അൺഓർഗനൈസ്ഡ് സെക്ടർ ആയതുകൊണ്ട് തന്നെ ദീസ് ആർ നോട്ട് റെഗുലേറ്റഡ്. RBIയുടെ ഡയറക്റ്റ് കൺട്രോൾ കിട്ടാത്ത, RBI കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാലും 100% കൺട്രോൾ ഇൻഷുർ ചെയ്യാൻ സാധിക്കാത്ത ഏരിയയാണ് അൺഓർഗനൈസ്ഡ് സെക്ടർ. സോ യു ക്യാൻ സേ നോൺ ബാങ്ക് ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസ് ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻഡിജീനിയസ് ബാങ്കേഴ്സ്, അല്ലെങ്കിൽ മണി ലെൻഡേഴ്സ്. നമ്മളിപ്പോ ചെറുകിട ചില ആളുകൾ വട്ടിപ്പലിശക്കാരെന്നൊക്കെ പറയും, അതുപോലെ ആളുകൾ പലിശയ്ക്ക് പൈസ കൊടുത്തിട്ട് വൈകുന്നേരം പൈസ മേടിച്ചുകൊണ്ട് പോകുന്ന രീതിയിലുള്ള പ്രവൃത്തികളൊക്കെ നടത്താറുണ്ട്. അതൊക്കെയാണ് അൺഓർഗനൈസ്ഡ് മാർക്കറ്റിൽ വരുന്നത്. വേർ ദർ ഇസ് നോ സിസ്റ്റം ഇൻവോൾവ്, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഇല്ല. അതുകൊണ്ട് തന്നെ RBIയുടെ കൺട്രോളും നമുക്ക് എഷ്യൂർ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ദെൻ ഓർഗനൈസ്ഡ് സെക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, 19 നാഷണലൈസ്ഡ് ബാങ്ക്സ്, regional rural banks, cooperative banks, non-governmental sectors and other banks. So, one second. Okay. So, as we said, ഓർഗനൈസ്ഡ് സെക്ടറിലേക്ക് വരുമ്പോൾ RBI ഡയറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്ന ഫിനാൻഷ്യൽ സിസ്റ്റമാണ്. RBI ഡയറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്ന ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ SBI വരുന്നുണ്ട്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതിന്റെ അസോസിയേറ്റ്സ് നേരത്തെ പറയാമായിരുന്നു, നിലവിൽ അസോസിയേറ്റ്സ് ഇല്ലാത്തത് കൊണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാത്രം. ദെൻ അത് കൂടാതെ 19 നാഷണലൈസ്ഡ് ബാങ്ക്സ്, ദെൻ റീജിയണൽ റൂറൽ ബാങ്ക്സ്, കോപ്പറേറ്റീവ് ബാങ്ക്സ്, നോൺ ഗവൺമെന്റൽ സെക്ടേഴ്സ് ആൻഡ് അതർ ബാങ്ക്സ്. ഹിയർ യു നീഡ് ടു നോ സംതിങ്. നമ്മളിപ്പോൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിനെ പറ്റിയും ഒക്കെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ഒരു ബേസിക് അവയർനെസ്, എങ്ങനെയാണ് ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം എമേർജ് ചെയ്തത്, ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം ഇന്നത്തെ രീതിയിലേക്ക് എമേർജ് ചെയ്തതെന്ന് നോക്കാൻ വേണ്ടി നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിരിക്കണം. ആ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുന്നു. 1947 to 1991 ഈ ടൈം പീരീഡിനെ നമ്മൾ ലൈസൻസ് രാജ് എന്ന് വിളിക്കും. ലൈസൻസ് രാജ്. എന്തുകൊണ്ടാണ് ലൈസൻസ് രാജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിക്കോസ് വി ഇമ്പോസ്ഡ് ടു മച്ച് റെസ്ട്രിക്ഷൻസ്. ഇന്ത്യയിൽ വന്ന് ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യാനും ഇന്ത്യയിലെ പ്രൈവറ്റ് സെക്ടറിനെ കൺട്രോൾ ചെയ്യാനുമായിട്ട് നമ്പർ ഓഫ് റെസ്ട്രിക്ഷൻസ് വെയർ ഇമ്പോസ്ഡ്. അപ്പോൾ അത്ര എളുപ്പമായിരുന്നില്ല ഇന്ത്യയിൽ ബിസിനസ് റൺ ചെയ്യുക എന്നുള്ളത്. ബിക്കോസ് നമ്മൾ ഫോളോ ചെയ്തിരുന്നത് സോഷ്യലിസ്റ്റിക് പാറ്റേൺ ഓഫ് സൊസൈറ്റിയാണ്. 2 ഐഡിയോളജീസ് ഉണ്ട്. വൺ ഈസ് സോഷ്യലിസം, അനദർ വൺ ഈസ് ക്യാപിറ്റലിസം. സോഷ്യലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റി ബേസിക്കലി ഇക്വാലിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഗവൺമെന്റ് ഓണർഷിപ്പ് മൊത്തമായിട്ട് കൈവശം വയ്ക്കുന്നു, അതിനുശേഷം എന്തെങ്കിലും എക്സസീവ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. പ്രൈവറ്റ് ഓണർഷിപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല സോഷ്യലിസം ആണെങ്കിൽ. വെറസ് ദർ ഇസ് അനദർ ഐഡിയോളജി, ആദം സ്മിത്ത് 1773 അദ്ദേഹത്തിന്റെ ബുക്കിൽ വെൽത്ത് ഓഫ് നേഷൻസിൽ പറയുന്ന രണ്ടാമത്തെ ഐഡിയോളജി, അതിനെയാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. ഉള്ളവന് ഉള്ളതുപോലെ ജീവിക്കാം എന്നുള്ള കൺസെപ്റ്റ്, അല്ലെങ്കിൽ റിച്ച് ഈസ് ഗെറ്റിംഗ് റിച്ചർ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത് ക്യാപിറ്റലിസം ആണ്. ക്യാപിറ്റലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റ് കൺട്രോൾ ഉണ്ടായിരിക്കില്ല, ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുന്നില്ല. പ്രൈവറ്റ് പാർട്ടീസും ബിസിനസ് റൺ ചെയ്യുമ്പോഴും പ്രൈവറ്റൈസേഷനെയൊക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യാത്ത, കൺട്രോൾ ചെയ്യാതെ ഗവൺമെന്റ് ബിസിനസ് ഇന്റർവീൻ ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ ആണ് ക്യാപിറ്റലിസം. സോ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ഫോളോ ചെയ്തിരുന്നത് സോഷ്യലിസം ആയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് പാർട്ടീസിനെ പ്രൊമോട്ട് ചെയ്യാതെ ഗവൺമെന്റ് സെക്ടറിനെ കൂടുതലായിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്തു. അതിന്റെ റിസൾട്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന നാഷണലൈസ്ഡ് ബാങ്ക്സ് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, എന്തുകൊണ്ടാണ്
അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള റീസൺ ഇതാണ്, ബിക്കോസ് ഓഫ് ബിറ്റർ എക്സ്പീരിയൻസ്. മുമ്പ് ഇവിടെ ട്രേഡിന് വേണ്ടി വന്നവരാണ് ബ്രിട്ടീഷുകാർ, പക്ഷെ അവർ നമ്മളെ പിന്നീട് ഏതാണ്ട് 190 വർഷങ്ങളാണ് റൂൾ ചെയ്തത്. ആ ഒരു സിറ്റുവേഷൻ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ ടു മച്ച് റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യുന്നു. ആ റെസ്ട്രിക്ഷന്റെ റിസൾട്ടാണ് പ്രൈവറ്റ് പാർട്ടീസിന്റെ കയ്യിലിരുന്ന കമ്പനീസും ബിസിനസ് എൻറ്റിറ്റീസും എല്ലാം ഗവൺമെന്റ് ഓണർഷിപ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഇതിനെയാണ് നാഷണലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനീഷ്യൽ ലെവലിൽ ഏറ്റവും ആദ്യത്തെ നാഷണലൈസേഷൻ നമുക്ക് പറയാവുന്നത് RBI ടേക്ക് ഓവർ ചെയ്തു കഴിഞ്ഞു. അതിനുശേഷം ബാങ്കിങ് സെക്ടറിലെ ഇമ്പോർട്ടന്റ് ഇവന്റ്സ് പറയുകയാണെങ്കിൽ 1934 RBI ആക്ട് പാസ്സാക്കുന്നു. RBI ആക്ട് 1934 പാസ്സാക്കുന്നു. 1935 തൊട്ട് RBI റണ്ണിങ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഒരു ട്രഷറി എന്നുള്ള രീതിയിലാണ് ഇനീഷ്യലി RBI റൺ ചെയ്തത്. അതിനുശേഷം 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കി. ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിന് ശേഷം ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കുന്നു. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം RBIയെ ഇന്ത്യയുടെ അപ്പെക്സ് ബാങ്ക് ആക്കി മാറ്റുന്നു. RBIയുടെ കീഴിലായിരിക്കും ബാക്കിയുള്ള ബാങ്ക്സ് എല്ലാം വരുന്നത്. നാഷണലൈസേഷൻ ഓഫ് RBI എന്നും പറയും ഈ ഇവന്റിനെ. ദെൻ അതിനുശേഷം 1955 ഇംപീരിയൽ ബാങ്ക് എന്ന് പറഞ്ഞൊരു ബാങ്ക് ഉണ്ടായിരുന്നു. ദിസ് ബാങ്ക് വാസ് ക്രിയേറ്റഡ് ഇൻ 1920. 1920 അതിനു മുമ്പുണ്ടായിരുന്ന 3 ബാങ്കുകളെ യോജിപ്പിച്ചുകൊണ്ട് ഇംപീരിയൽ ബാങ്ക് ക്രിയേറ്റ് ചെയ്തു. ഈ ഇംപീരിയൽ ബാങ്കിനെ നാഷണലൈസ് ചെയ്തുകൊണ്ട്, അഗെയിൻ ആ വേർഡ് അവിടെ നിങ്ങൾക്ക് കാണാം, നാഷണലൈസേഷൻ, നാഷണലൈസ്ഡ് ആൻഡ് ഫോംഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അങ്ങനെയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ യു ക്യാൻ സി ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ, ഓർഗനൈസ്ഡ് സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കാണാം. അതിനുശേഷം 1959 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് വേണ്ടി ഒരു 7 അസോസിയേറ്റ് ബാങ്ക്സിനെ കൂടി നാഷണലൈസ് ചെയ്തു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്ടിയാല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മദ്രാസ്, അങ്ങനെയുള്ള ഡിഫറെന്റ് ബാങ്കുകളെ സ്റ്റേറ്റ് ബാങ്കിന്റെ സബ്സിഡിയറീസ് അല്ലെങ്കിൽ അസോസിയേറ്റ് ബാങ്ക്സ് എന്നുള്ള രീതിയിൽ നാഷണലൈസ് ചെയ്യുകയും ക്രിയേറ്റ് ചെയ്യുകയും ഉണ്ടായി. പിന്നീട് പ്രൈവറ്റ് സെക്ടറിന്റെ നാഷണലൈസേഷൻ നടക്കുന്നത് 1969 ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ആണ്. 1969 ഇത് നമുക്ക് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. 1969 14 banks, private sector banks got nationalized. 14 ബാങ്കുകളെ പ്രൈവറ്റ് സെക്ടറിൽ നിന്നും ഗവൺമെന്റ് ഏറ്റെടുക്കുന്നു. നാഷണലൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ വീണ്ടും 1980 6 ബാങ്കുകളെ കൂടി നാഷണലൈസ് ചെയ്യുന്നു. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ there are 19 നാഷണലൈസ്ഡ് ബാങ്ക്സ് ഇൻ ഇന്ത്യ. 19 നാഷണലൈസ്ഡ് ബാങ്ക്സ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദാറ്റ് മീൻസ് ഒരു ബാങ്ക് ഉണ്ടായിരുന്നു, ആ ബാങ്കിന്റെ പേര് ഐ തിങ്ക് ന്യൂ ഇന്ത്യ ബാങ്ക് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. പഞ്ചാബ് നാഷണൽ ബാങ്കുമായിട്ട് ലയിക്കുന്നു. അതുകൊണ്ട് ടോട്ടൽ 20 ബാങ്ക്സ് ഉണ്ടായിരുന്നു, അതിലൊരു ബാങ്ക് പോയി. നിലവിൽ 19 നാഷണലൈസ്ഡ് ബാങ്ക്സ് ഉണ്ട്. 1991 വരെ നമ്മൾ ഫോളോ ചെയ്തിരുന്ന പോളിസി നാഷണലൈസേഷൻ ആണെങ്കിൽ 1991 ന്യൂ ഇക്കണോമിക് പോളിസിക്ക് ശേഷം വി അഡോപ്റ്റഡ് എ ഡിഫറെന്റ് അപ്രോച്ച്. ആ ഡിഫറെന്റ് അപ്രോച്ച് ആണ് ഇതിന്റെ ഓപ്പോസിറ്റ് സിനാരിയോ. നാഷണലൈസേഷന്റെ ഓപ്പോസിറ്റ് ആണ് പ്രൈവറ്റൈസേഷൻ. അതുവരെ നമ്മൾ പ്രൈവറ്റൈസേഷനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. പക്ഷെ 1991 ശേഷം നമ്മൾ നമ്മളുടെ സോഷ്യലിസത്തിൽ നിന്ന് കുറച്ച് വ്യതിചലിച്ചുകൊണ്ട് ക്യാപിറ്റലിസത്തിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. ദാറ്റ് മീൻസ് പ്രൈവറ്റൈസേഷൻ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു. പ്രൈവറ്റ് പാർട്ടീസിന് ഇവിടെ വർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി ഫ്രീ ആക്കുന്നു. അതിന്റെ അർത്ഥം ഇതാണ്, റെഗുലേഷൻ എന്ന് പറയുന്നതിൽ നിന്നും ലിബറലൈസേഷൻ എന്ന് പറയുന്ന ടേമിലേക്ക് മാറുന്നു. റെഗുലേഷൻ, ടു മച്ച് റെഗുലേഷൻസ് വെർ ഇമ്പോസ്ഡ്. ആ റെഗുലേഷൻസ് എല്ലാം മാറ്റിയിട്ട് കുറച്ചുകൂടി ലിബറൽ ആയിട്ടുള്ള റൂൾസ് നമ്മൾ ഇമ്പോസ് ചെയ്യുന്നു. ഓക്കെ, സോ പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ ഇത് രണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മളുടെ ഇക്കോണമിയെ തുറന്നു കൊടുക്കുകയാണ്. ഓപ്പണിംഗ് അപ്പ് ഓഫ് ഡൊമസ്റ്റിക് ഇക്കോണമി ടു ദി ഔട്ട്സൈഡ് വേൾഡ് ഈസ് കോൾഡ് ഗ്ലോബലൈസേഷൻ. നമ്മളുടെ ഡൊമസ്റ്റിക് ഇക്കോണമിയെ പുറം രാജ്യങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നു. ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് ബിസിനസ് ചെയ്യാം. അതിൽ ഞങ്ങൾ റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യില്ല. റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യാനും ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ലിബറലൈസ് ചെയ്യപ്പെടുന്നു. പ്രൈവറ്റ് പാർട്ടീസിന്റെ ഓണർഷിപ്പിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നു. ഒപ്പം ഗവൺമെന്റ് സെക്ടറിലിരുന്ന പല കമ്പനികളും ഇന്ന് പ്രൈവറ്റൈസേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു.
സോ നാഷണലൈസേഷൻ ആണ് അതിനു മുമ്പ് നമ്മൾ കണ്ടതെങ്കിൽ ഇന്നത്തെ സിനാരിയോ പ്രകാരം നാഷണലൈസ്ഡ് ആയ പല കമ്പനികളെയും നമ്മൾ പ്രൈവറ്റ് പാർട്ടീസിന് തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയാനുള്ള കേസ്. ഇവിടെ നമ്മൾ ഓർഗനൈസ്ഡ് സെക്ടറിനെ പറ്റി പറഞ്ഞപ്പോൾ ഓൾറെഡി ദർ ഇസ് എ മെൻഷൻ അബൌട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, നാഷണലൈസ്ഡ് ബാങ്ക്, റീജിയണൽ റൂറൽ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് നോൺ ഗവൺമെന്റൽ സെക്ടേഴ്സ്. ഇതെല്ലാം ഓർഗനൈസ്ഡ് സെക്ടറിന്റെ ഭാഗമാണ്. സോ ജസ്റ്റ് ഒന്ന് ഒരു കണക്ഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഓർത്തിരിക്കുകയാണെങ്കിൽ അത്രയും ബെനിഫിഷ്യൽ ആയിരിക്കും. ലെറ്റ്സ് മൂവ് ഓൺ. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്. സോ എന്താണ് മണി മാർക്കറ്റ് എന്നുള്ളതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ആർക്കെങ്കിലും ഉണ്ടോ? No, sir. Okay, very good. So, money market instruments. First important money market instrument is call money. Call money എന്ന് പറയും, call money market. It means the most important component of organized money market is call money market. It deals with in-call loans or call money granted for one day. Since the participants in call money market are mostly banks, it is called interbank call money market. അതായത് നോർമലി ഒരു ദിവസത്തേക്കുള്ള ഷോർട്ട് ടൈം ലോൺസ്, ഒരു ദിവസമാണ് നോർമൽ ടൈം പീരീഡ് വരുന്നത്. ചില 7 ദിവസം വരെ പോകുന്ന ചില സിറ്റുവേഷൻസും ഉണ്ട്. ഒരു ദിവസത്തെ ഷോർട്ട് ടൈം ലോണിനെയാണ് നമ്മൾ കോൾ മണി എന്ന് പറയുന്നത്. അങ്ങനെ പറയാനുള്ള റീസൺ ഇതാണ്. ബേസിക്കലി കൊമേഴ്ഷ്യൽ ബാങ്ക്സിനൊക്കെ അവരുടെ ഇമ്മീഡിയറ്റ് റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ വേണ്ടി മറ്റു കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഒരു ഷോർട്ട് ടൈം ലെൻഡിങ് നടത്തും. ആ ഷോർട്ട് ടൈം നോർമലി ഇന്ന് കൊടുക്കുന്നു, നാളെ തിരിച്ചു തരുന്നു. അത്തരത്തിലുള്ള ഷോർട്ട് ടൈം ലോൺസ് ആയിരിക്കും. അങ്ങനെയുള്ള കോൾ ലോൺ മാർക്കറ്റിനെയാണ് നമ്മൾ കോൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദി ബാങ്ക്സ് വിത്ത് ടെമ്പററി ഡെഫിസിറ്റ് ഓഫ് ഫണ്ട്സ് ഫ്രം ദി ഡിമാൻഡ് പാർട്ട് ആൻഡ് ദി ബാങ്ക്സ് വിത്ത് ടെമ്പററി എക്സസ് ഓഫ് ഫണ്ട്സ് ഫ്രോം ദി സപ്ലൈ സൈഡ് ഓഫ് ദി കോൾ മണി മാർക്കറ്റ്. സോ ദി കൺസെപ്റ്റ് ക്ലിയർ ആണോ? നമുക്കിപ്പോൾ ഒരു ഇമ്മീഡിയറ്റ് റിക്വയർമെന്റ് ഒന്ന് വിചാരിക്കുക. ഒരു ബാങ്കിൽ നിന്നും ഒരു വലിയ തുക വിഡ്രോ ചെയ്യപ്പെടുന്നു. അത്രയും തുക അവരുടെ റിസർവ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ബിക്കോസ് ബാങ്ക് ഒരു കാരണവശാലും ഐഡിയൽ ഫണ്ട് കീപ്പ് ചെയ്യില്ല. പക്ഷേ ഇമ്മീഡിയറ്റ് റിക്വയർമെന്റ് വരുമ്പോൾ പേ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ബാങ്കിന്റെ ക്രെഡിറ്റ് വർത്തിനെസ്സിനെ അത് ബാധിക്കും. സോ ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി ഒരു ലോൺ ഫെസിലിറ്റിയിലേക്ക് അവർ പോകും. ആ ലോൺ ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് ലോൺ കിട്ടാവുന്ന ഒരു മെത്തേഡാണ് കോൾ മണി. കോൾ മണി വഴി ഷോർട്ട് ടൈം ലോൺസ് ബാങ്ക്സിന് മറ്റ് ബാങ്കുകളിൽ നിന്നും ഷോർട്ട് ടൈം ലോൺസ് മേടിക്കാൻ പറ്റും. നോർമലി ഫോർ വൺ ഡേ ഡ്യൂറേഷന് വേണ്ടിയുള്ള ലോൺസ് നമുക്ക് മേടിക്കാൻ പറ്റും. അതിനെയാണ് കോൾ മണി മാർക്കറ്റ്, കോൾ മണി എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ് മീ റിപ്പീറ്റ്. ഇറ്റ് ഡീൽസ് വിത്ത് കോൾ ലോൺസ് ഓർ കോൾ മണി ഗ്രാൻറ്റഡ് ഫോർ വൺ ഡേ. അതാണ് കൺസെപ്റ്റ്. ഒരു ദിവസത്തേക്കുള്ള ഷോർട്ട് ടൈം പീരീഡിന് വേണ്ടിയുള്ള ലോൺസ്, അതാണ് കോൾ മണി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദി മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൾ മണി മാർക്കറ്റ് ആർ: call money market provide institutional arrangement for making temporary surplus of some banks available to the other banks. ഇപ്പോൾ ഏതെങ്കിലും ഒരു ബാങ്കിന്റെ കയ്യിൽ ടെമ്പററി ആയിട്ട് എക്സസ് എമൗണ്ട് വരുവാണെങ്കിൽ ഇത് ലെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അവർക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഒരു ബാങ്കിന്റെ കയ്യിൽ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട്. ആ ഇൻവെസ്റ്റ്മെന്റ് ഓൾറെഡി ലെൻഡ് ചെയ്യാൻ ടൈം ഡിലേ വരാതെ ഒരു ഇമ്മീഡിയറ്റ് ലെൻഡിങ് എന്നുള്ള രീതിയിൽ നമുക്കത് ഷോർട്ടേജ് ഉള്ള മറ്റ് ബാങ്കുകൾക്ക് കൊടുക്കാൻ സാധിക്കും. അതും ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഡ്യൂറേഷനാണ്, ഒരു ദിവസം. ആ ഒരു ദിവസത്തെ ടൈം പീരീഡിനുള്ളിൽ റീപേ ചെയ്യണം. അങ്ങനെയുള്ള ഷോർട്ട് ടൈം ലെൻഡിങ് ആണ് കോൾ മണി മാർക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ മെയിൻ പാർട്ടിസിപ്പൻസ് ആർ ബാങ്ക്സ് ഓൺലി. ഇത്തരത്തിലുള്ള മാർക്കറ്റിൽ കൂടുതലായിട്ട് ബാങ്കാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന മാർക്കറ്റിനെ ഇന്റർ ബാങ്ക് കോൾ മണി മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് കോൾ മണി മാർക്കറ്റ്. കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. Next is Treasury bill market. Treasury bill. What do you mean by Treasury bill? It deals with Treasury bills, which are the short-term liability of Government of India. Government of India ഒരു ബില്ല് ഇറക്കുന്നു. ഈ ബില്ലിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നോർമലി 91 ഡേയ്സിന്റെ ബില്ലുകളുണ്ട്, അതേപോലെ 182 ഡേയ്സിന്റെ ബില്ലുകളുണ്ട്, അതുപോലെ 364 ദിവസത്തെ
ബില്ലുകളുണ്ട്. അതായത് ഇതിന്റെ ഈ മെച്യൂരിറ്റി പീരീഡ് ആണ് ഈ പറയുന്നത്. 91 ദിവസം കഴിയുമ്പോൾ ഗവൺമെന്റ് അതിനകത്ത് റീപേയ്മെന്റ് നടത്തും. ഓക്കെ, എങ്ങനെയാണ് ഗവൺമെന്റിന് ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബില്ല് ഇറക്കുന്നു. ഈ ബില്ല് ഇറക്കുമ്പോൾ ബില്ല് ആളുകൾ മേടിക്കുമ്പോൾ ഗവൺമെന്റ് ഫണ്ട് കിട്ടുന്നു. അതിന് ഡ്യൂറേഷൻ 91 ഡേയ്സ് ആണെങ്കിൽ 91 ഡേയ്സ് കഴിയുമ്പോൾ ഗവൺമെന്റ് അത് റീപേ ചെയ്യും. ഇതാണ് ട്രഷറി ബിൽ മാർക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, there are two types of treasury bills. And one more thing, ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ഇതിന്റെ കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ ട്രഷറി ബിൽ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഗവൺമെന്റിന് ഒരു ഫണ്ട് കിട്ടാൻ വേണ്ടിയായിരുന്നു ട്രഷറി ബില്ല്. നമ്മൾ തിയറിറ്റിക്കലി പറയുമ്പോൾ അതായിരുന്നു. പക്ഷേ ഇന്ന് നോക്കുവാണെങ്കിൽ ട്രഷറി ബില്ല് ഒരു മാർക്കറ്റായി മാറി. അതായത് ഇത് വീണ്ടും ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് വീണ്ടും ഏണിങ്സ് ഉണ്ടാക്കാവുന്ന ഒരു മെത്തേഡ് ആയിട്ട് ട്രഷറി ബില്ല് മാറിയിട്ടുണ്ട്. So there are two types of treasury bills. First one is ad hoc treasury bills and second one is regular treasury bills. Ad hoc are issued by state government. Issued to government ഇത് ഇഷ്യൂ ചെയ്യുന്നത്. Let me make one thing clear. നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞു. പക്ഷേ സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടി ട്രഷറി ബിൽ ഇഷ്യൂ ചെയ്യുന്നത് RBI ആണ്, അല്ലാതെ സെൻട്രൽ ഗവൺമെന്റ് ഡയറക്ട്ലി അല്ല. അതൊന്ന് ഓർത്തേക്കണം. ബിക്കോസ് ഗവൺമെന്റിന്റെ ബാങ്കർ എന്ന് പറയുന്നത് RBI ആണ്. RBI ആണ് സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടി ട്രഷറി ബില്ല് ഇഷ്യൂ ചെയ്യുന്നത്. സോ ഈ തരത്തിലുള്ള ബില്ലുകൾ സെൻട്രൽ ഗവൺമെന്റ് ത്രൂ RBI കൊടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിനോ സെമി ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിനോ അല്ലെങ്കിൽ ഫോറിൻ സെൻട്രൽ ബാങ്ക്സിനോ ആണെങ്കിൽ അത്തരം ബില്ലുകളെയാണ് അഡ്ഹോക്ക് ബിൽസ് എന്ന് പറയുന്നത്. ലെറ്റ് മീ റിപ്പീറ്റ്, ട്രഷറി ബിൽസ് വിച്ച് ആർ ഇഷ്യൂഡ് ടു ദി സ്റ്റേറ്റ് ഗവൺമെന്റ്, സെമി ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ഫോറിൻ സെൻട്രൽ ബാങ്ക് are called ad hoc treasury bills, and they are not sold to the banks or general public and are not marketable. ഇത് നമുക്ക് വീണ്ടും മാർക്കറ്റ് ചെയ്യുകയോ കൺവെർട്ടബിലിറ്റി ഉള്ളതല്ല. ഓക്കെ, മാർക്കറ്റബിൾ അല്ല. ദാറ്റ് മീൻസ് ഒരു തവണ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ പാർട്ടിക്ക് തന്നെ അത് തിരിച്ചു കൊടുക്കണം. അയാൾക്ക് അത് വേറൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല. ഇൻ അഡീഷൻ ടു ദാറ്റ്, നോർമലി ഇത് ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെന്റ് ബോഡീസിനും ഫോറിൻ സെൻട്രൽ ബാങ്കിനോ അതേപോലുള്ള ഇന്റർ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിനോ ഒക്കെ വേണ്ടി മാത്രമാണ്. അല്ലാതെ സാധാരണ ജനങ്ങൾക്കോ കൊമേഴ്ഷ്യൽ ബാങ്കിനോ ഇതുകൊണ്ട് ഇത്തരത്തിലുള്ള ട്രഷറി ബിൽസ് ഇഷ്യൂ ചെയ്യാറില്ല. Whereas there is a second category of treasury bills, it is called regular treasury bills. Regular എന്ന് പറയുമ്പോൾ സാധാരണ ട്രഷറി ബില്ലാണ് which are issued to commercial banks and common public. പബ്ലിക്കിനും കൊമേഴ്ഷ്യൽ ബാങ്ക്സിനും ഇഷ്യൂ ചെയ്യുന്നതാണ്. അവർക്ക് അത് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ആർക്ക് വേണമെങ്കിലും വീണ്ടും സെല് ചെയ്യാം. റീസെല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അഡ്ഹോക്ക് ബില്ലിൽ അങ്ങനെ റീസെൽ ഓപ്ഷൻ ഇല്ല. വേറസ് റെഗുലർ കൊമേഴ്ഷ്യൽ ട്രഷറി ബില്ലാണെങ്കിൽ അവർക്കത് റീസെയിൽ ചെയ്യാൻ സാധിക്കും. Then both type of ad hoc and regular treasury bills are sold by Reserve Bank of India on behalf of Central Bank. That I already told you. സെൻട്രൽ ബാങ്കിന് വേണ്ടി ഇത്തരത്തിലുള്ള അത് അഡ്ഹോക്ക് ആയാലും റെഗുലർ ആയാലും ട്രഷറി ബിൽ ഇഷ്യൂ ചെയ്യുന്നതും സെല് ചെയ്യുന്നതുമെല്ലാം RBI ആണ്. ഓക്കെ, തേർഡ് ഇൻസ്ട്രുമെന്റ്, കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ്. Commercial bill market deals with commercial bills issued by the firms engaged in business. These bills are generally of 3 months maturity. So normally 3 മാസത്തെ ടൈം ഡ്യൂറേഷനിലുള്ളിൽ റീപേ ചെയ്യാം എന്ന് എഗ്രി ചെയ്തുകൊണ്ട് സെല്ലറും ബയറും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് പ്രകാരം ക്രിയേറ്റ് ചെയ്യുന്ന ബില്ലാണ് കൊമേഴ്ഷ്യൽ ബിൽ. ഇതാണ് നമ്മളുടെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് മാറുന്നത്. സോ എ കൊമേഴ്ഷ്യൽ ബിൽ ഈസ് എ പ്രോമിസ് ടു പേ specified amount in a specified period by the buyer of goods to the seller of goods. ഇതാണ് കൺസെപ്റ്റ്. കൊമേഴ്ഷ്യൽ ബിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും മനസ്സിലാക്കുക. കൊമേഴ്ഷ്യൽ ബിൽ is a promise to pay specified amount. ഒരു കൃത്യമായിട്ടുള്ള ഒരു എമൗണ്ട് ഒരു സ്പെസിഫൈഡ് പീരീഡിൽ അടുത്ത 3 മാസത്തിനുള്ളിൽ ഞാൻ നിങ്ങൾക്ക് പേ ചെയ്തു കൊള്ളാം. ഇപ്പോൾ എനിക്ക് പേ ചെയ്യാൻ സാധിക്കില്ല, 3 മാസത്തിനുള്ളിൽ പേ ചെയ്തു കൊള്ളാം എന്ന് എഴുതി തയ്യാറാക്കി കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റ്. ആ ഡോക്യുമെന്റിനെയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓർ കൊമേഴ്ഷ്യൽ ബിൽ എന്ന് പറയുന്നത്. ബോത്ത് ആർ സെയിം. അത് രണ്ടും ഡിഫറെന്റ് ആണെന്ന് ചിന്തിക്കരുത്, രണ്ടും ഒന്ന് തന്നെയാണ്. ദെൻ ദി സെല്ലർ ഹു ഹാസ് സോൾഡ് ഹിസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഡ്രോസ് ദി ബിൽസ് ആൻഡ് സെൻഡ് ടു ദി ബയർ ഫോർ അക്സെപ്റ്റൻസ്. സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് എ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ കുറച്ച് ഗുഡ്സ് ബിക്ക് സെല് ചെയ്യുന്നു. ഓക്കെ, എ സെല്ലറാണ്, ബി ബയർ ആണ്. സോ ബി അതിന് ഇമ്മീഡിയറ്റ് പേയ്മെന്റ് കൊടുക്കാതെ ബി ഈസ് റെഡി ടു ആക്സെപ്റ്റ് എ ബിൽ.
ഞാൻ അതിൻ്റെ ഒരു ബില്ല് സൈൻ ചെയ്തു തരാം, നിങ്ങളത് തയ്യാറാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഐ വിൽ സൈൻ എന്ന് ബി എഗ്രി ചെയ്യുന്നു. സോ ആ ബില്ല് ക്രിയേറ്റ് ചെയ്യുന്നത്, ബില്ല് എഴുതുന്നത് സെല്ലറാണ്. സെല്ലർ വിൽ റൈറ്റ് ദി ബിൽ ആൻഡ് വിൽ സെൻഡ് ഇറ്റ് ടു ദി ബയർ. ബയർ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. നോർമലി അക്സെപ്റ്റ് എന്ന് എഴുതി സൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്, അക്സെപ്റ്റ് ചെയ്യുന്നു. അതിന്റെ അർത്ഥം ബയർ അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഇതൊരു മാർക്കറ്റബിൾ ഇൻസ്ട്രുമെന്റ് ആയിട്ട് മാറുന്നു. സെല്ലറുടെ കയ്യിൽ ഇതൊരു മാർക്കറ്റബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. അതായത് ഈ 3 മാസത്തിനുള്ളിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ നീഡ്സ് വന്നു കഴിഞ്ഞാൽ, 3 മാസത്തേക്കാണ് നോർമൽ ഡ്യൂറേഷൻ വരുന്നത്, ഈ 3 മാസത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ റിക്വയർമെന്റ് വന്നു കഴിഞ്ഞാൽ സെല്ലർക്ക് he can go to a bank. ഒരു ബാങ്കിൽ പോയിട്ട് ഡിസ്കൗണ്ട് ചെയ്യാം. അതിനെയാണ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. സോ ബാങ്കിൽ പോയി ഡിസ്കൗണ്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ കേസ് ആ എമൗണ്ട് സൈൻ ചെയ്തിരിക്കുന്നത് 1000 റുപ്പീസിനാണ്, ബി എക്ക് കൊടുക്കാനുള്ള 1000 റുപ്പീസ് ആണ്, ബിൽ സൈൻ ചെയ്തിരിക്കുന്നത് 1000 റുപ്പീസിനാണ്. സോ മെച്യൂരിറ്റി എത്തുന്നതിന് മുമ്പ് എക്ക് ഒരു റിക്വയർമെന്റ് വരുന്നു. എ അത് ബാങ്കിൽ കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്യുന്നു. ബാങ്ക് പറയും ഐ വിൽ ഗീവ് യു 950 റുപ്പീസ്. 50 റുപ്പീസ് എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ചാർജ് ആണ്. ഓക്കെ, ബാങ്ക് ഒരു നോമിനൽ എമൗണ്ട് ചാർജ് ചെയ്തുകൊണ്ട്, അവരുടെ കമ്മീഷൻ എന്നുള്ള രീതിയിൽ ചാർജ് ചെയ്തുകൊണ്ട് ബാക്കി തുക സെല്ലർക്ക് കൊടുക്കും. സോ ആ ഇൻസ്ട്രുമെന്റ് ബാങ്ക് മേടിച്ചു. ഇനി ബാങ്കിന് വേണമെങ്കിൽ അത് റീസെല് ചെയ്യാം, അല്ലെങ്കിൽ അത് ബാങ്കിന് വീണ്ടും റീഡിസ്കൗണ്ട് ചെയ്യാം. സോ വാട്ട് യു മീൻ ബൈ റീഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്? റീഡിസ്കൗണ്ടിങ് മീൻസ് റീഡിസ്കൗണ്ടഡ് ഫ്രം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതായത് ബാങ്കിന് ഈ പറയുന്ന 950 റുപ്പീസ് അല്ലെങ്കിൽ 1000 റുപ്പീസിന്റെ ഈ ബില്ല് നേരെ കൊണ്ടുപോയി RBI കൊടുക്കാം. RBI വീണ്ടും ഒരു ഡിസ്കൗണ്ട് ചാർജ് ചെയ്തിട്ട് ബാക്കി തുക ബാങ്കിൽ കൊടുക്കും. ഇതിനെയാണ് റീഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ മുമ്പ് 2015 ഒക്കെ വരെ അത്രയും വലിയ മാർക്കറ്റ് അല്ലായിരുന്നു റീഡിസ്കൗണ്ടിങ് മാർക്കറ്റ്. പക്ഷെ ഇന്ന് നോക്കുവാണെങ്കിൽ കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റിംഗും റീഡിസ്കൗണ്ടിങ്ങും ഒക്കെ എമർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കുവാണ് ഇപ്പൊ ഇന്ന് റീഡിസ്കൗണ്ടിങ്ങിനകത്ത്. സോ ദാറ്റ്സ് വൈ ഒരു എമർജിംഗ് മാർക്കറ്റ് ആയിട്ട് നമുക്ക് കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റിനെ പറയാം. ഓക്കെ, സോ വി ഡിസ്കസ്ഡ് 3 ഇൻസ്ട്രുമെന്റ്സ്. കോൾ മണി മാർക്കറ്റ് നമ്മൾ പറഞ്ഞു, ട്രഷറി ബിൽ മാർക്കറ്റ് പറഞ്ഞു, കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ് പറഞ്ഞു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. നെക്സ്റ്റ്, collateral loan market. Collateral loan market deals with collateral loans, that is loan backed by security. അതായത് ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി ഈട് വെച്ചുകൊണ്ട് നമ്മൾ ലോൺ എടുക്കുന്ന ആ സിസ്റ്റം, അതാണ് കൊളാട്രൽ ലോൺ മാർക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ ഇന്ത്യൻ കൊളാട്രൽ ലോൺ മാർക്കറ്റ്, ദി കൊമേഴ്ഷ്യൽ ബാങ്ക്സ് പ്രൊവൈഡ് ഷോർട്ട് ടേം ലോൺ അഗെയിൻസ്റ്റ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, ഷെയർസ്, ഡിബഞ്ചേഴ്സ് ഓഫ് ഗവൺമെന്റ് എക്സെട്ര. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ലോൺ ഈട് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് വെച്ചുകൊണ്ടോ ലോൺ എടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അത്തരത്തിലുള്ള ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന മാർക്കറ്റാണ് കൊളാട്രൽ ലോൺ മാർക്കറ്റ്. സോ ബേസ്ഡ് ഓൺ കൊളാട്രൽ സെക്യൂരിറ്റി വി വിൽ ബി ഏബിൾ ടു ഗെറ്റ് ലോൺ. ഇതും ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. നെക്സ്റ്റ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ആൻഡ് കൊമേഴ്ഷ്യൽ പേപ്പർ. With a view to further widening the range of money market instruments and giving investors greater flexibility in deployment of their short-term surplus funds, certificate of deposit were introduced in India in 1989. CD is a negotiable money market instrument and issued in dematerialized form or as a usance promissory note against fund deposited in a bank. സോ നോർമലി കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സർട്ടിഫിക്കറ്റ് പ്രൊവൈഡഡ് ഫോർ എ ഡെപ്പോസിറ്റ്. നമ്മളൊരു ബാങ്കിൽ ഒരു ഡെപ്പോസിറ്റ് നടത്തിയിട്ടുണ്ട്, ഇത്രയും തുക എന്റെ പേരിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ആ ഡെപ്പോസിറ്റിന്മേൽ ഇറക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ്. ഓക്കെ, ആ സർട്ടിഫിക്കറ്റ് നമ്മൾ ഈടാക്കിക്കൊണ്ട് വീണ്ടും നമുക്ക് ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനെയാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. സോ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1989 CD is a negotiable money market instrument and issued in dematerialized form because ബാങ്ക്
ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ആക്ച്വലി ഇത്രയും ഡെപ്പോസിറ്റ് ഇദ്ദേഹത്തിന്റെ പേരിലുണ്ട്. ഇപ്പൊ എന്റെ പേരിൽ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും ഡെപ്പോസിറ്റ് ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഒരു മെറ്റീരിയൽ ഡിമെറ്റീരിയലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ഷെയർ ചെയ്യുന്നു. ആ ഡോക്യുമെന്റ് വെച്ചുകൊണ്ട് ഒരു ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഈ ഡെപ്പോസിറ്റ് അവിടെ നിന്നും ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് ട്രേഡ് നടത്താൻ സാധിക്കും. അതാണ് ആക്ച്വലി സി ഡിയുടെ ഗുണം. ദെൻ ഒരു പ്രോമിസറി നോട്ട് പോലെ ഈ എമൗണ്ട് എൻ്റെ ഉണ്ട്, അതുകൊണ്ട് ഐ വിൽ പേ ദിസ് മണി എന്ന് പറയുന്ന ഒരു പ്രോമിസറി നോട്ട് പോലെ ഇത് ആക്ട് ചെയ്യും. ദെൻ commercial paper was introduced in India in 1990 with a view to enabling highly rated corporate borrowers to diversify their resources for short-term borrowings and to provide additional instrument to investors. അതായത് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ കൊമേഴ്ഷ്യൽ ബോഡീസിന്, കോർപ്പറേറ്റ്സിന്, ബിസിനസ്മെന് അവർക്ക് അഡീഷണൽ ഫണ്ട് റേസ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഷെയറും ഡിബഞ്ചറും ഒക്കെ ഇറക്കുന്നത് പോലെ തന്നെ അവരായിട്ട് ഇഷ്യൂ ചെയ്യുന്ന മറ്റൊരു ഡോക്യുമെന്റ്, ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ് കൊമേഴ്ഷ്യൽ പേപ്പർ. വേറെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, ആ ഡെപ്പോസിറ്റിന് ഒരു ഈട് എന്നുള്ള രീതിയിലാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഇത് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആയിട്ട് തന്നെ നമുക്കത് കൈമാറ്റം ചെയ്യാവുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ആക്ട് ചെയ്യും. വേറെ കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറഞ്ഞാൽ ബാങ്ക്സ് അല്ല, ഇത് കമ്പനീസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. കമ്പനീസിന് ഒരു അഡീഷണൽ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി ഒരു നിശ്ചിത ടൈം പീരീഡിൽ വെച്ചുകൊണ്ടൊരു ഡോക്യുമെന്റ് ഇഷ്യൂ ചെയ്യുന്നു. ആ ഡോക്യുമെന്റ് മേടിക്കണമെങ്കിൽ ഇത്ര എമൗണ്ട് പേ ചെയ്യണം, ലൈക്ക് ഷെയർ മേടിക്കുന്ന പോലെ അല്ലെങ്കിൽ ഡിബഞ്ചർ മേടിക്കുന്ന പോലെ. അത്തരത്തിലുള്ള ഒരു അഡീഷണൽ ഡോക്യുമെന്റ് ആയിട്ടാണ് കൊമേഴ്ഷ്യൽ പേപ്പർ ആക്ട് ചെയ്യുന്നത്. സോ കൊമേഴ്ഷ്യൽ പേപ്പർ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ in 1990 with a view to enabling highly rated corporate borrowers കമ്പനീസിനാണ് to diversify their resources of short-term borrowing and provide additional instrument to the investors. ഇപ്പോൾ ലോൺസോ ഡിബഞ്ചേഴ്സോ ഒക്കെ പോവുകയാണെങ്കിൽ അത് ലോങ് ടൈം നേച്ചറിലാണ്. വേറെ ഷോർട്ട് ടൈം നേച്ചറിൽ കുറച്ച് ടൈമിനുള്ളിൽ തന്നെ ഫണ്ട് റേസ് ചെയ്യുക, കുറച്ച് ടൈമിനുള്ളിൽ തന്നെ അത് റീപേ ചെയ്യുക, അങ്ങനെയുള്ള ലോൺസ് കിട്ടാനുള്ള ഒരു ഫെസിലിറ്റിയാണ്, അങ്ങനെയുള്ള എമൗണ്ട് കിട്ടാനുള്ള ഒരു ഫെസിലിറ്റി ആയിട്ടാണ് കൊമേഴ്ഷ്യൽ പേപ്പർ ആക്ട് ചെയ്യുന്നത്. Then it's an unsecured money market instrument issued in the form of promissory note. ഇതും ഒരു പ്രോമിസറി നോട്ട്. നമ്മളിപ്പോൾ പറഞ്ഞ രണ്ട് ഡോക്യുമെന്റും അതെ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ആയാലും കൊമേഴ്ഷ്യൽ പേപ്പർ ആയാലും ഒരു പ്രോമിസറി നോട്ട്, ദാറ്റ് മീൻസ് എ പ്രോമിസ് ടു റീപേ, അങ്ങനെ ഒരു പ്രോമിസ് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഡോക്യുമെന്റ് ആയിട്ടാണ് ഇത് രണ്ടും ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മണി മാർക്കറ്റിലുള്ളത്. മണി മാർക്കറ്റ് ക്ലിയർ ആണോ? ഏതെങ്കിലും ടോപ്പിക്കിൽ റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടോ? മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് മറക്കരുത്. ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? Okay, let's move on. Capital market. Next is capital market. എന്തെങ്കിലും ചോദിച്ചാണോ? ഇല്ല. ഓക്കെ, സോ ക്യാപിറ്റൽ മാർക്കറ്റ്, മണി മാർക്കറ്റ് നമ്മൾ പറഞ്ഞു ഷോർട്ട് ടൈം നേച്ചർ, 1 ഡേ മുതൽ 1 വർഷം വരെ എന്നുള്ള കൺസെപ്റ്റ് ആണ് മണി മാർക്കറ്റിൽ വരുന്നത്. വേറെ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്ലേസ് വെയർ പീപ്പിൾ ബൈ ആൻഡ് സെൽ സെക്യൂരിറ്റീസ്. Securities in the sense is simply a bundle of rights sold to the public by the companies, authorities or institutions in which people then trade it in the capital market. അതായത് നമ്മളൊരു കമ്പനിയുടെ റൈറ്റ്, ഒരു കമ്പനിയുടെ കുറച്ച് അവകാശങ്ങൾ മേടിക്കുന്നു, ആ അവകാശങ്ങളെയാണ് നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റ് എന്നുള്ള രീതിയിൽ ആ അവകാശങ്ങൾ ട്രേഡ് ചെയ്യാനുള്ള ഒരു മാർക്കറ്റ്, അതാണ് ക്യാപിറ്റൽ മാർക്കറ്റിനോട് ഉദ്ദേശിക്കുന്നത്. സോ ദർ ആർ 2 types of market. അതായത് ഈ മാർക്കറ്റിൽ നമ്മൾ സെല്ല് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഷെയർസ് ആയിരിക്കാം, ഡിബഞ്ചേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ബോണ്ടുകളായിരിക്കാം. ഇതൊക്കെ സെല്ല് ചെയ്യാൻ വേണ്ടി ദർ ആർ 2 types of markets. ഒന്നാമത്തെയാണ് പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് സെക്കൻഡറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ ഓഫറിംഗ് ആണെങ്കിൽ, ഒരു കമ്പനി ആദ്യമായിട്ട് ഇറക്കുന്ന ഷെയർസ് ആണെങ്കിൽ അത് ഒരു പ്രൈമറി മാർക്കറ്റിലായിരിക്കും സെല്ല് ചെയ്യാം. വേറെ ഈ ഓൾറെഡി ഇറക്കിയ ഷെയർസിനെ വീണ്ടും റീസെല്ല് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. So in primary market new stock and bonds are issued and sold to the investor. ഒരു കമ്പനി ആദ്യമായിട്ട് അവരുടെ ഷെയർസ് ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഷെയർസ് സെല്ല് ചെയ്യുന്നു.
സോ ദാറ്റ് ഈസ് അവർ ഡയറക്ട്ലി ആയിരിക്കാം അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് വഴി ആയിരിക്കാം സെൽ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. നോർമലി ഒരു ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ തവണ ജനങ്ങൾക്ക് ഓഫർ ചെയ്യുവാണെങ്കിൽ, ഷെയർ ആദ്യമായിട്ട് ജനങ്ങൾക്ക് ഓഫർ ചെയ്യുവാണെങ്കിൽ അതിന് ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയും. അതേപോലെ തന്നെ വീണ്ടും കമ്പനി പുതിയ ഓഫർ കൊടുക്കുവാണെങ്കിൽ അതും പ്രൈമറി മാർക്കറ്റിന്റെ ഭാഗമാണ്, അല്ലാതെ സെക്കൻഡറി മാർക്കറ്റ് അല്ല. ഒരു കമ്പനി ഒരു 5 lakh ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് പ്രൈമറി മാർക്കറ്റ് ആണ്. വേറെ ഇവർ ഈ ഇഷ്യൂ ചെയ്ത ഷെയർസ് ആളുകൾ മേടിച്ചതിന് ശേഷം അവർ റീസെല് ചെയ്യുവാണെങ്കിൽ, ഒരു വേറെ പാർട്ടീസിന് വീണ്ടും റീസെൽ ചെയ്യുകയാണെങ്കിൽ ആ റീസെയിൽ ആൻഡ് റീപർച്ചേസ് ഹാപ്പൻ ചെയ്യുന്ന ആ ഒരു പ്ലേസിനെയാണ് നമ്മൾ സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു. ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിലെ മേജർ പ്ലേയേഴ്സ് ബാങ്ക്സ് ആർ ദെയർ, ഇൻഷുറൻസ് കമ്പനീസ് ആർ ദെയർ, ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവരെല്ലാം ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിലെ മേജർ പ്ലേയേഴ്സ് ആണ്. സോ ക്യാപിറ്റൽ മാർക്കറ്റ് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത് സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ പറ്റിയാണ്. സോ ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസ്. അതിൽ കുറച്ച് ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസ് നമ്മൾ ഓർത്തേ പറ്റുള്ളൂ. UGC NET എക്സാമിനേഷൻ ആയി കഴിഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടതാണ്. അതിലൊന്നാണ് ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ്. വാട്ട് യു മീൻ ബൈ ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ്, ഓർ യു ക്യാൻ സേ GSEC? ദാറ്റ് മീൻസ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. അതായത് മുമ്പൊക്കെ ആദ്യകാലങ്ങളിലൊക്കെ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഒരു എഡ്ജസിൽ ഗിൽറ്റി ആയിരിക്കും, ഗിൽറ്റ് തേച്ച് പിടിപ്പിച്ച രീതിയിലുള്ള ഒരു ഷെയർ ആയിട്ടായിരിക്കും അവർ ആദ്യത്തെ പഴയ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഒക്കെ ഇഷ്യൂ ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ഗവൺമെന്റ് സെക്യൂരിറ്റീസിനെ ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് കൺസിസ്റ്റ് ഓഫ് മാർക്കറ്റ് ഓഫ് ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ് ഗ്യാരണ്ടീഡ് ബൈ ദി ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസിനെയാണ് നമ്മൾ ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ദീസ് സെക്യൂരിറ്റീസ് ആർ ഇഷ്യൂഡ് ബൈ ലോക്കൽ അതോറിറ്റീസ് ലൈക്ക്, മേ ബി ഈ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്നോടൊപ്പം ഗവൺമെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഓർത്താൽ മതി. ഇവരുടെ ഗ്യാരണ്ടി കിട്ടുന്ന ലോക്കൽ അതോറിറ്റീസ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, സ്പോർട്ട് ട്രസ്റ്റ് അല്ലെങ്കിൽ ഓട്ടോണമസ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അണ്ടർടേക്കിംഗ്സ്, ഇലക്ട്രിസിറ്റി ബോർഡ്സ്, ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ്, അത് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആയിരിക്കും. ഗവൺമെന്റ് ഗ്യാരണ്ടി കൊടുക്കുകയാണ്, അത് റീപേ ചെയ്യും, റീപേയ്മെന്റ് കിട്ടിയിരിക്കും എന്നുള്ള ഗ്യാരണ്ടി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അത്തരത്തിലുള്ള സെക്യൂരിറ്റീസിനെയാണ് ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. The RBI plays a dominant role in the gilt-edged market through the open market operation. എന്താണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ? Anyone? No? പറഞ്ഞു. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് മേടിച്ചുകൊണ്ടും വിറ്റുകൊണ്ടും ഗവൺമെന്റ് സെക്യൂരിറ്റീസ് മേടിക്കുന്നതും വിൽക്കുന്നതും ആയിട്ടുള്ള ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഓക്കെ. ഇന്ത്യൻ ഗവൺമെന്റിൽ കറൻസി സർക്കുലേഷൻ, ഇന്ത്യൻ ഇക്കോണമിയിൽ കറൻസി സർക്കുലേഷൻ മാനേജ് ചെയ്യാൻ വേണ്ടി 2 ടൂൾസ് ആണുള്ളത്. ഒന്നാമതായിട്ട് മോണിറ്ററി പോളിസി ഇസ് ദേർ, അനദർ വൺ ഇസ് ഫിസ്ക്കൽ പോളിസി. മോണിറ്ററി പോളിസി ആൻഡ് ഫിസ്ക്കൽ പോളിസി. ഈ മോണിറ്ററി പോളിസി എന്ന് പറയുമ്പോൾ ദി പോളിസി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ അല്ലെങ്കിൽ പോളിസി മെയിൻറ്റെയിൻഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. RBIയുടെ പോളിസീസിനെയാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. വേറെ ഗവൺമെന്റിന്റെ സെൻട്രൽ ഗവൺമെന്റ് പോളിസിയാണ് ഫിസ്ക്കൽ പോളിസി. അതായത് ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുക, ടാക്സ് റേറ്റ് ഫിക്സ് ചെയ്യുക, അതേപോലെ ബോറോയിങ് ഡിസൈഡ് ചെയ്യുക, ഇതെല്ലാം സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിക്കുന്നതാണ്. അതാണ് ഫിസ്ക്കൽ പോളിസിയിൽ വരുന്നത്. വേറെ മോണിറ്ററി പോളിസി എന്ന് പറയുമ്പോൾ മണി സർക്കുലേഷനിലുള്ളത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള പോളിസി. സർക്കുലേഷനിൽ മണി കൂടുതലായിട്ട് വരികയാണെങ്കിൽ വിച്ച് ലീഡ്സ് ടു ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷനിലേക്ക് വരുന്ന സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യുക. ദാറ്റ് മീൻസ് വി മേ ഹാവ് ടു വിഡ്രോ മണി ഫ്രം സർക്കുലേഷൻ. സർക്കുലേഷനിലുള്ള കറൻസി വിഡ്രോ ചെയ്യാനുള്ള മെത്തേഡ്സ് ഫോളോ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ മണി സർക്കുലേഷനിൽ കുറവാണെങ്കിൽ കൂടുതലായിട്ട് കറൻസി ഇറക്കേണ്ടി വരും, ഇഞ്ചക്ട് ചെയ്യേണ്ടി വരും. ഇത് രണ്ടിനും വേണ്ടി ദർ ആർ എൻ നമ്പർ ഓഫ് ടൂൾസ്. അതിൽ ചില ടൂൾസ് ആണ് CRR, ക്യാഷ് റിസർവ് റേഷ്യോ, SLR, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, ദെൻ ബാങ്ക് റേറ്റ്, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്. അതുപോലെ തന്നെ RBIക്ക് യൂസ് ചെയ്യാവുന്ന മറ്റൊരു ടൂളാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ഫ്രം ഓപ്പൺ മാർക്കറ്റ്. RBI ഡയറക്ട്ലി സെക്യൂരിറ്റീസ്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ബേസിക്കലി
ഈ പറഞ്ഞ ഗിൽറ്റ് എഡ്ജഡ് സെക്യൂരിറ്റീസ് ആണ്. ഓപ്പൺ മാർക്കറ്റിൽ ഒന്നെങ്കിൽ അത് വിൽക്കുന്നു, അല്ലെങ്കിൽ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അത് മേടിക്കുന്നു. ഈ രണ്ട് സിറ്റുവേഷൻ ഉപയോഗിച്ചുകൊണ്ട് വിൽക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? വിൽക്കുവാണെങ്കിൽ RBI കാശ് അങ്ങോട്ടേക്ക് കൊടുക്കണം, മാർക്കറ്റിലേക്ക് കാശ് കൊടുക്കണം. ദാറ്റ് മീൻസ് മാർക്കറ്റിലേക്ക് എമൗണ്ട് പമ്പ് ചെയ്യുവാണ്. ഓക്കെ. ഇനി സെക്യൂരിറ്റീസ്, സോറി ഞാൻ പറഞ്ഞു തിരിഞ്ഞു അല്ലേ. ഇൻ കേസ് സെല്ല് ചെയ്യുവാണെങ്കിൽ RBI മാർക്കറ്റിൽ നിന്ന് ഫണ്ട് വിഡ്രോ ചെയ്യാണ്. സെല്ല് ചെയ്യാന്ന് പറഞ്ഞാൽ RBIയുടെ കയ്യിൽ നിന്ന് സെക്യൂരിറ്റീസ് പുറത്തേക്ക് പോകുന്നു, ക്യാഷ് RBIയുടെ കയ്യിലേക്ക് വരുന്നു. സോ ഫണ്ട് വിഡ്രോ ചെയ്യപ്പെടും. വെറസ് RBI ഈ പറഞ്ഞ സെക്യൂരിറ്റീസ് മേടിക്കുവാണെങ്കിൽ, ബൈ ചെയ്യുവാണെങ്കിൽ RBI വിൽ ഹാവ് ടു പേ. ദാറ്റ് മീൻസ് RBI ഇൻഡയറക്ട്ലി എക്കോണമിയിലേക്ക് ഫണ്ട് കൊണ്ടുചെന്ന് എത്തിക്കുകയാണ്, സർക്കുലേഷനിലേക്ക് കൂടുതൽ ഫണ്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ രണ്ട് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് RBIക്ക് മണി സർക്കുലേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടൂളായിട്ട് ഗിൽറ്റ് എഡ്ജഡ് സെക്യൂരിറ്റീസ് ആക്ട് ചെയ്യാറുണ്ട്. അതാണ് ഗിൽറ്റ് എഡ്ജഡ് സെക്യൂരിറ്റീസിന്റെ മറ്റൊരു സിഗ്നിഫിക്കൻസ്. സോ എന്താണ് ഗിൽറ്റ് എഡ്ജഡ് സെക്യൂരിറ്റീസ് എന്ന് ക്ലിയർ ആണോ? ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഓർ GSEC, അതിനെയാണ് ഗിൽറ്റ് എഡ്ജഡ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഗവൺമെന്റ് ബേസ്ഡ് അണ്ടർടേക്കിംഗ്സ് ആണ് ഇത്തരത്തിലുള്ള സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത്. സെക്കൻഡ്, കോർപ്പറേറ്റ് സെക്യൂരിറ്റീസ്. It refers to stock, shares, debentures, etc. of companies which are traded in the stock market, forming primary market. So, ഷെയർ മാർക്കറ്റിൽ സെല്ല് ചെയ്യപ്പെടുന്ന കോർപ്പറേറ്റ്, അതായത് കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ്, ഡിബഞ്ചേഴ്സ്, സ്റ്റോക്സ്, ഇതിനെല്ലാത്തിനെയുമാണ് നമ്മൾ കോർപ്പറേറ്റ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. സോ ഇനീഷ്യലി അത് ഇഷ്യൂ ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ബി ട്രേഡഡ് ഇൻ പ്രൈമറി മാർക്കറ്റ്, ദെൻ അത് റീസെല് ചെയ്യുമ്പോൾ സെക്കൻഡറി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടും. അത്തരത്തിലുള്ള സെക്യൂരിറ്റീസ് ആണ് കോർപ്പറേറ്റ് സെക്യൂരിറ്റീസ്. ദെൻ വാട്ട് യു മീൻ ബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്? സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസ്ഡ് മാർക്കറ്റ് ആണ്, ഓർ ആൻ അസോസിയേഷൻ ഓഫ് ഫേംസ് to regulate and supervise all transactions, rules, regulations and standard practices to govern all market transactions, authorized stock brokerage and exchange floor where stock broker or their authorized agents meet during fixed business hours to buy and sell securities. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ ഒരു ഫ്ലോർ. ദാറ്റ് മീൻസ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ഹാപ്പൻ ചെയ്യാൻ വേണ്ടിയുള്ള സെക്കൻഡറി മാർക്കറ്റ്, അതാണ് പ്രധാനമായിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ദർ വിൽ ബി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ഓർഡർലി ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ലിസ്റ്റഡ് സെക്യൂരിറ്റീസ്. ലിസ്റ്റ് ചെയ്യപ്പെട്ട സെക്യൂരിറ്റീസിന്റെ ബൈയിങ്ങും സെല്ലിങ്ങും ഒരു പ്രോപ്പർ മാനറിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടി, പ്രോപ്പർ മാനറിൽ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. വേറസ് വാട്ട് യു മീൻ ബൈ ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ്? ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇപ്പോൾ നോർമലി പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് എല്ലാം അവരുടെ ഷെയർസ് ലിസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇവരുടെ ഷെയർസ് ലിസ്റ്റ് ചെയ്യണം. മീൻസ് അവിടെ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യുക എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. അവരുടെ സ്റ്റോക്ക് അവിടെ പ്രൈസും വേരിയേഷൻസും അതേപോലെ മേടിക്കാനുള്ള ഓപ്ഷനും ഒക്കെ കൊടുത്തുകൊണ്ട് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യണം. അതാണ് ലിസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിന്റെ വേരിയേഷൻ, പ്രൈസ് വേരിയേഷനും ഡിമാൻഡ് വേരിയേഷനും ഒക്കെ കൃത്യമായിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് അറിയാൻ സാധിക്കും. അതാണ് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. സോ അതിനുള്ളൊരു ഓപ്ഷൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ദർ ആർ സം സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. ഒന്ന് NSE ആണ്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് മാത്രമാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡെക്സ് എന്ന് പറയുന്നത് നിഫ്റ്റി ആണ്. നിഫ്റ്റി, ഓക്കെ. അതായത് 50 പ്രോമിനന്റ് ആയിട്ടുള്ള 50 സെക്യൂരിറ്റീസിന്റെ കളക്ഷൻ ആണ് നിഫ്റ്റി. സോ 50 ഷെയർ ഇൻഡെക്സ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് നിഫ്റ്റി വഴി, NSEയുടെ നിഫ്റ്റി. ദെൻ അത് കൂടാതെ there are some other indices as well like PCNX 50 സെക്യൂരിറ്റീസ് ആണ് ഇവിടെയും വരുന്നത്. അതേപോലെ CNX 500 500 സെക്യൂരിറ്റീസിന്റെ ഇൻഡെക്സ്. എനിവേ ദിസ് വൺ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. NSE എന്ന് പറയുമ്പോൾ നിഫ്റ്റി ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റണം. ആൻഡ് there are 50 indices. നിഫ്റ്റിക്കകത്ത് 50 indices ആണ് വരുന്നത്. രണ്ടാമത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് BSE, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇന്ത്യയിലെ ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്.
ഏഷ്യയിലെ ഓൾഡസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. 1875 ഫോം ചെയ്തതാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ഇൻഡെക്സ് സെൻസെക്സ് ആണ്. സെൻസെക്സ് എന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ് ഇൻഡെക്സ്. ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 30 സെക്യൂരിറ്റീസ് മാത്രമായിരിക്കും അവിടെ ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതിനെയാണ് സെൻസെക്സ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല BSEയിൽ ലിസ്റ്റ് ചെയ്യുന്ന സെക്യൂരിറ്റീസിന്റെ ലിസ്റ്റ്. അതുകൂടാതെ BSE 200 200 സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്യപ്പെടുന്നു. ദെൻ ഡോളക്സ്. വാട്ട് യു മീൻ ബൈ ഡോളക്സ് ഒന്ന് ഓർത്തേക്കണേ. ഡോളക്സ് എന്ന് പറഞ്ഞാൽ ഡോളർ ആണ്. ഡോളർ ബേസ്ഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഡോളക്സ് എന്ന് പറയുന്നത്. അത് BSEയുടെ മറ്റൊരു ഇൻഡെക്സ് ആണ്. ഡോളർ ബേസ്ഡ് ഇൻഡെക്സ് ആണ് ഡോളക്സ്. ദെൻ NSE 500 ഉണ്ട്. അതേപോലെ ഈ 4 ഇൻഡൈസസ് ആണ് BSEയിലുള്ളത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിങ്ങൾ ഇത്രയും മാത്രം ഓർത്താൽ മതി. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അവരുടെ മേജർ ഇൻഡെക്സ് എന്ന് പറയുന്നത് സെൻസെക്സ് ആണ്. സെൻസെക്സ് എന്ന് പറയുന്നത് 30 ഷെയർസ് ആണ് സെൻസെക്സിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതുകൂടാതെ BSE 200 ഈസ് ദെയർ. ദെൻ BSE 200നെ പറ്റി നിങ്ങൾ ഓർത്തില്ലെങ്കിലും ഡോളക്സിനെ പറ്റി ഓർക്കണം. ഡോളക്സ് ഡോളർ വെർഷൻ ആണ്. ഓക്കെ, ദെൻ BSE 500 ഈസ് ഓൾസോ ദെയർ. ഇനി ഇതുപോലെ തന്നെ there is over the counter exchange of India. What do you mean by over the counter exchange of India? OCTEI. ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെടാതെ പോയ സെക്യൂരിറ്റീസ് സെല്ല് ചെയ്യാനുള്ള ഒരു മാർക്കറ്റാണ്. യു ഗോട്ട് ദി മീനിങ്? ഷെയർ മാർക്കറ്റിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാതെ പോയ സെക്യൂരിറ്റീസ് സെല്ല് ചെയ്യാനുള്ള ഒരു മാർക്കറ്റാണ് ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. ഇറ്റ് വാസ് സെറ്റപ്പ് ഇൻ 1989 but began the trade only in 1992. Over the counter exchange of India deals in securities that are not listed in stock exchange. Stock exchange list ചെയ്യാത്ത securities trade ചെയ്യാനുള്ള ഒരു ഏരിയ. These unlisted securities are basically of securities of small companies. Means 30 ലക്ഷം മുതൽ 25 കോടി വരെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഉള്ള കമ്പനീസിന്റെ സെക്യൂരിറ്റീസ് ആണ് ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയിൽ ട്രേഡ് ചെയ്യുന്നത്. ഇതൊരു ലിസ്റ്റിംഗ് പ്രൊസീജിയർ അല്ല. ഡിമാൻഡും സപ്ലൈയും ബേസ് ചെയ്തിട്ടായിരിക്കും ട്രേഡ് നടത്തുക. അതായത് അവർ തമ്മിൽ നെഗോഷിയേഷൻസ് നടത്തും. ഇത്ര എമൗണ്ടിന് ഫിക്സ് ചെയ്യുന്നു. അങ്ങനെ ഒരു നെഗോഷിയേഷൻസിലൂടെ മാത്രമേ ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയിൽ ട്രേഡ് നടക്കൂ. സോ ഇറ്റ് ഗോട്ട് ദി ഡിഫറൻസ് ബിറ്റ്വീൻ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ദെൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു. ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയും പറഞ്ഞു. ഇനി ISE is there. Interconnected Stock Exchange of India. Interconnected Stock Exchange of India 15 റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഇന്റർകണക്റ്റഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇന്ത്യയിലുള്ള 15 റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ക്രിയേറ്റ് ചെയ്ത ഒരു വിർച്വൽ, അതായത് ഓൺലൈനിലൂടെ മാത്രമുള്ള, വെബ് ബേസ്ഡ് മാത്രമുള്ള വിർച്വൽ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ, അതിനെയാണ് ഇന്റർകണക്റ്റഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓർ ISE എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മറ്റൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൂടിയുണ്ട്, ഇൻഡോനെക്സ്റ്റ്. ഇൻഡോനെക്സ്റ്റ് എന്ന് പറയുന്നത് പുതിയൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്, വിച്ച് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ BSE. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അതേപോലെ തന്നെ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, 18 റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഫെഡറേഷൻ, ഇവർ രണ്ടും കൂടി ചേർന്നിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ആൻഡ് ഇൻഡോനെക്സ്റ്റിനകത്ത് നിങ്ങൾ ഓർക്കേണ്ടത് BSE ആണ് ഇതിന്റെ ക്രിയേറ്റർ എന്ന് നിങ്ങൾ ഓർക്കണം. അത് കൂടാതെ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിന് വേണ്ടിയാണ് ഇൻഡോനെക്സ്റ്റ് വർക്ക് ചെയ്യുന്നത്. സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്, SMEസിന്റെ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇൻഡോനെക്സ്റ്റ് ഉള്ളത്. സോ ഇനി നമ്മൾ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയെ പറ്റി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ദെൻ ഡെവലപ്മെന്റൽ ബാങ്ക്സ് നമ്മളുടെ സിലബസിലുണ്ട്, അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ. ദെൻ ഡെപ്പോസിറ്ററി ഈസ് നോട്ട് ദെയർ, അത് നമുക്ക് വേണ്ട. ഫണ്ട് ബേസ്ഡ് ആൻഡ് ഫീ ബേസ്ഡ് സർവീസസ്, ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ആൻഡ് ദാറ്റ് വിൽ ബി ഡിസ്കസ്ഡ് ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. ബിഫോർ ദാറ്റ്, ഇഫ് ദർ ഈസ് എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാമോ? ക്ലിയർ ആയില്ലായിരുന്നു. ഹലോ, ഡൗട്ടാണ് ചോദിച്ചത്, ക്ലിയർ ആയില്ല.
ഓക്കെ, എനിത്തിങ് എൽസ്? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇതുവരെ പറഞ്ഞതിനകത്ത്? നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് ഞാൻ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു വിടുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തെ പറ്റി പറഞ്ഞു. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ നമ്മൾ മണി മാർക്കറ്റ് ആണ് ആദ്യത്തെ ഡിസ്കഷൻ നടത്തിയത്. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് കണ്ടിരുന്നു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്. അതിനുശേഷം നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റ് നോക്കി, പിന്നീട് സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ പറ്റി. ഈ 3 മേജർ ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ തന്നെ നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ പറ്റിയും ഒരു ബേസിക് ഐഡിയ നടത്തിയിട്ടുണ്ട്. സോ ഡൗട്ട്സ് ഒന്നുമില്ലെങ്കിൽ ദാറ്റ്സ് ഓൾ ഫോർ ദി ഡേ. താങ്ക് യു വെരി മച്ച്.